വഖഫ് സംവിധാനമെന്ന മുസ്ലിം അവകാശത്തെ കവർന്നെടുക്കാനുള്ള ഭരണകൂടത്തിൻ്റെ നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അതിലെ സുപ്രധാന ദിനമായ ഇന്ന് ചിലതൊക്കെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ട്. വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ആദ്യമേ പറയാനുള്ള വാചകം, വഖഫ് ഭൂമി ഒരു സർക്കാരിൻ്റെയും ഔദാര്യമോ ദാനമോ അല്ല എന്നാണ്. പലരും കരുതിയിരിക്കുന്നത് പോലെ റവന്യൂ ഭൂമി പോലെയോ മറ്റോ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒന്നല്ല വഖഫ് ഭൂമി. ഇസ്ലാം മതവിശ്വാസികൾ സ്വയം ഉണ്ടാക്കിയതോ പാരമ്പര്യമായി ലഭിച്ചതോ ആയ സ്വത്തുക്കൾ ദൈവപ്രീതി കാംക്ഷിച്ച് വിശ്വാസവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സമർപ്പിക്കുന്നതാണ് വഖഫ് സ്വത്തുക്കൾ. ഇത്തരം വഖഫ് സ്വത്തുക്കളെ പലരും കൈയടക്കുന്നതാണ് വർത്തമാന ഇന്ത്യയിൽ നടക്കുന്നത്. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ഡിസംബറിൽ പാർലമെന്റിൽ നൽകിയ കണക്ക് പ്രകാരം 994 വഖഫ് സ്വത്തുക്കളാണ് അന്യാധീനപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നവംബറിൽ വഖഫ് സ്വത്തുക്കളിലുണ്ടായ കയ്യേറ്റത്തിൻ്റെ കണക്കും പാർലമെന്റിൽ കേന്ദ്രം വെളിപ്പെടുത്തിയിട്ടുണ്ട്. 58,929 വഖഫ് സ്വത്തുക്കളാണ് പിടിച്ചുപറിക്ക് ഇരയായിരിക്കുന്നത്. ഈ കയ്യേറ്റത്തിനും പിടിച്ചുപറിക്കും പുറമെയാണ് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തുക്കൾ കൈയടക്കാൻ കയ്യാറ്റക്കാരുടെയും മാഫിയകളുടെയും സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ വഖഫ് ബില്ലിൽ ഭേദഗതി വരുത്തുന്നത്. വിശ്വാസികൾ മതപരമായ പ്രവർത്തനങ്ങൾക്ക് സമർപ്പിച്ച സ്വത്തുക്കൾ ചിലർ കയ്യേറുകയും കൈമാറ്റം നടത്തുകയും ചെയ്യുന്നത് തടയാനാണ് 1954 വഖഫ് നിയമവും വഖഫ് ബോർഡും നിലവിൽ വരുന്നത്. വഖഫ് ബോർഡ് മതസംവിധാനമല്ല, പാർലമെന്റ് പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടതാണ്. എന്നാൽ ഈ വഖഫ് സംവിധാനത്തെ അട്ടിമറിച്ചാണ് ഭേദഗതികളുടെ പുതിയ ബില്ല് BJP ഭരണകൂടം കൊണ്ടുവരുന്നത്. വഖഫ് ബോർഡ് ഇക്കാലമത്രയായി ആരുടെയും ഒരു ഇഞ്ച് ഭൂമി പോലും കവർന്നിട്ടില്ല എന്നതാണ് നാളിതുവരെയുള്ള ചരിത്രം. അതേസമയം തന്നെ വഖഫ് ബോർഡിൻ്റെ ഭൂമി കവർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയുമാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. മുനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങളാണ്. ഇക്കാര്യം കോടതികൾ തന്നെ വ്യക്തമാക്കിയതുമാണ്. വഖഫ് സ്വത്തിൻ്റെ കാര്യത്തിൽ സംഘപരിവാറിനെ പോലെ തന്നെ ക്രിസ്തീയ സഭകൾക്കും മുസ്ലിം വിരുദ്ധ നിലപാടാണുള്ളത്. ആ നിലപാട് തന്നെയാണ് ദീപിക പോലുള്ള പത്രങ്ങൾ വിളിച്ചോതുന്നതും. വഖഫ് ബോർഡിന് കീഴിൽ 9.4 ലക്ഷം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 1.2 ലക്ഷം കോടി വില വരുന്ന 8.7 ലക്ഷം സ്വത്തുക്കളുണ്ടെന്ന് കെറിവ് പറയുന്നവർ സ്വന്തം സഭകൾക്ക് കീഴിലുള്ള ഒരു കണക്കുമില്ലാത്ത സർക്കാരിൻ്റെയോ ഒരു സംവിധാനത്തിൻ്റെയോ നിയന്ത്രണവുമില്ലാത്ത സമ്പത്തിലേക്ക് കൂടി ഒന്ന് കണ്ണോടിക്കണം. ബ്രിട്ടീഷ് ഭരണകാലത്ത് പ്രീണനത്തിലൂടെ നേടിയെടുത്തതാണ് ഈ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യത്തിൻ്റെതായി മാറേണ്ട കണക്കില്ലാത്ത സ്വത്തുക്കളാണ് ഇപ്പോഴും സഭകൾ കൈവശം വെച്ച് അനുഭവിച്ചു പോരുന്നത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ക്രിസ്ത്യൻ സഭകൾ ഏതു പക്ഷത്തായിരുന്നുവെന്നും അവർക്കു തന്നെയും ബോധ്യമുണ്ട്. ചരിത്രത്തിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. പക്ഷേ സംഘപരിവാറിനൊപ്പം ചേരാൻ അവർ കാണിക്കുന്ന വ്യഗ്രത കാണുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കാതെ വയ്യ. നാളെ അവർ നിങ്ങളെയും തേടി വരുമെന്ന സത്യം ഓർക്കുന്നത് നല്ലതാണ്. വഖഫ് കയ്യേറ്റങ്ങൾ നടത്തുന്നത് ഏതെങ്കിലും വ്യക്തികൾ മാത്രമല്ല, ഇക്കാര്യത്തിൽ സർക്കാരും മുന്നിലാണ്. മധ്യപ്രദേശിലെ ഉജ്ജയിൻ നഗരത്തിലെ 5.27 ഏക്കർ വഖഫ് ഭൂമിയിലുണ്ടായ കയ്യേറ്റം ഒഴിപ്പിച്ച സർക്കാർ ഈ ഭൂമി വഖഫ് ബോർഡിന് വിട്ടുകൊടുക്കാതെ സ്വന്തമാക്കിയത് ഇത്തരം സംഭവങ്ങളിലെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ്. സർക്കാർ അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ വെച്ച് സ്വത്തുക്കളുടെ ചരിത്രപരമായ സ്വയംഭരണത്തിന് ഗണ്യമായ ഭീഷണി ഉയർത്തുന്നതാണ് എന്നത് പച്ചയായ സത്യമാണ്. വഖഫ് പാരമ്പര്യങ്ങളുടെയും അവയുടെ നിർണായക സൂക്ഷ്മതകളെയും കുറിച്ച് അറിവോ ധാരണയോ ഇല്ലാത്ത മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് ബോർഡുകളിൽ ചേരാൻ അനുവദിക്കുന്നതിലൂടെ വഖഫ് സ്വത്ത് മാനേജ്മെൻറ്റിലുള്ള മുസ്ലിം അധികാരം കുറക്കുക എന്നതാണ് ബിൽ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ അവതരിപ്പിച്ച വഖഫ് ബില്ലിൽ മാറ്റങ്ങളോടെയാണ് ഇന്നത്തെ ബിൽ അവതരണം നടക്കുന്നത്. വിഷയവുമായി ബന്ധമില്ലാത്തവരുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി ആഗസ്റ്റിൽ അവതരിപ്പിച്ച വഖഫ് ബില്ലിനേക്കാളും അപകടകരമായ വ്യവസ്ഥകളാണ് സംയുക്ത പാർലമെന്ററി സമിതി നിർദ്ദേശിച്ച കരട് ബില്ലിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. 5 വർഷമെങ്കിലും പ്രകടമായ ഇസ്ലാമിക ആചാരങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് വഖഫ് ചെയ്യാൻ അധികാരമുള്ളത്. നേരത്തെ മതം മാറി 5 വർഷം എന്നായിരുന്നു ആദ്യ ഭേദഗതി ബില്ലിലുണ്ടായിരുന്നത്. അത് മതാനുഷ്ഠാനം പ്രകടമായിരിക്കണമെന്നാക്കി കടുപ്പിച്ചിരിക്കുകയാണ്. ഇസ്ലാമിക ആവശ്യത്തിന് കാലങ്ങളായി ഉപയോഗിച്ചു വരുന്ന സ്വത്തുക്കൾ വഖഫ് സ്വത്തായി മാറുന്ന വഖഫ് ബൈ യൂസർ വ്യവസ്ഥ നിലനിർത്തിയെങ്കിലും അത് രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കൾക്ക് മാത്രം ബാധകമാക്കി. അതോടൊപ്പം അതിൽ നിലവിൽ തർക്കത്തിലുള്ളവ ഉൾപ്പെടില്ല. രാജ്യത്തെ 80% വഖഫ് സ്വത്തുക്കളും രജിസ്റ്റർ ചെയ്യാത്തവയാണ്. വഖഫ് ഭൂമികൾക്ക് മേൽ സർക്കാർ അവകാശവാദം ഉന്നയിച്ചാൽ
പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കാനുള്ള അധികാരം ജില്ലാ കളക്ടർക്കാണെന്ന ഭേദഗതി ബില്ലിലെ വ്യവസ്ഥ മാറ്റി അത് സർക്കാർ നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നാക്കി. ഈ ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് സമർപ്പിക്കും വരെ നിശ്ചിത സ്വത്ത് വഖഫ് സ്വത്തായി പരിഗണിക്കില്ല. വഖഫ് കൗൺസിലുകളിലും ബോർഡുകളിലും എക്സ് ഒഫീഷ്യോ അംഗം കൂടാതെ 2 അമുസ്ലിം അംഗങ്ങൾ ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥയും നിലനിർത്തിയിട്ടുണ്ട്. ഇത്തരം ഏറെ മാറ്റങ്ങളോടെയാണ് പുതിയ ബില്ല് കൊണ്ടുവരുന്നത്. വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ പാസ്സായാൽ അത് ബാബരിക്കു ശേഷം ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ പൂർണ്ണ പരാജയത്തെ അടയാളപ്പെടുത്തുന്ന മറ്റൊരു സംഭവമായിരിക്കും. അതിനാൽ നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ തങ്ങൾക്ക് മുകളിലുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം സമുദായവും മതേതര സമൂഹവും അവരിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. സർക്കാരിൻ്റെ സൗജന്യങ്ങൾ കാത്തുനിൽക്കാതെ മുന്നേറിയവരാണ് മുസ്ലിങ്ങൾ. അവരിൽ ചിലർ പൂർണ്ണ മനസ്സോടെ നൽകിയ വഖഫ് സ്വത്തുകൾ മറ്റാരും തട്ടിയെടുക്കുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ട ബാധ്യത മതേതരധാരയിൽ ഉറച്ചു നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട്. അതോടൊപ്പം മുസ്ലിം സമുദായത്തോടും മതേതര സമൂഹത്തോടും ഒന്ന് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യട്ടെ. ബില്ലിൽ വോട്ടെടുപ്പ് വന്നാൽ ഇരുട്ടിൻ മറവിൽ സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുന്നവർ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള സമയം കൂടിയാണിത്. ബിൽ പാസാക്കിയാലും ഇല്ലെങ്കിലും മുസ്ലിങ്ങളുടെ സാമ്പത്തിക അടിത്തറ തകർക്കാൻ സംഘപരിവാർ നടത്തിയ നീക്കത്തിൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചുവെന്ന് വരുന്ന ഓരോ തലമുറയും ചോദിച്ചുകൊണ്ടേയിരിക്കും. ചരിത്രത്തിലെ ഇത്തരം പച്ചക്കുത്തലുകൾ മായ്ച്ചു കളയാൻ കാലത്തിന് തന്നെയും സാധിക്കില്ല.